വെൽക്കം ടു ജുലീനാസ് കിച്ചൻ. ഇന്ന് നമുക്ക് ചക്ക എരിശ്ശേരി ഉണ്ടാക്കിയാലോ. ഇപ്പോൾ ചക്കയുടെ സീസണാണല്ലോ. നമുക്ക് ഈ സീസണിൽ കിട്ടുന്ന ഐറ്റംസ് കൊണ്ട് മാക്സിമം എന്തെല്ലാം ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ ഉണ്ടാക്കണം. കാരണം ഇനി അടുത്ത സീസൺ വന്നാലേ നമുക്കിത് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചക്ക ചുള പറിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്തായി കുറച്ച് ചക്കക്കുരുവും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചക്കച്ചുള അരിഞ്ഞെടുക്കാം. അതേപോലെ ചക്കക്കുരു മേലത്തെ തോല് കളഞ്ഞ് രണ്ടായി മുറിച്ചെടുക്കാം. ആദ്യം നമുക്ക് ഓരോ ചക്കച്ചുള എടുത്ത് അതിൻ്റെ മേൽഭാഗം ഇങ്ങനൊന്ന് കട്ട് ചെയ്ത് കീഴ്ഭാഗവും കട്ട് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ കുരു എടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്കിത് അരിഞ്ഞെടുക്കാം. എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. കാരണം നമ്മളിത് കുക്കറിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് കാരണം കുറച്ച് വലിപ്പത്തിൽ അരിഞ്ഞെടുക്കണം കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ പറ്റില്ല, അപ്പോൾ ഉടഞ്ഞു പോകും. അപ്പോൾ നമുക്ക് കുറച്ച് വലിപ്പത്തിൽ അരിഞ്ഞെടുക്കാം. കണ്ടോ, ഇതേപോലെ അരിഞ്ഞെടുത്താൽ മതി. ഇങ്ങനെ നമുക്ക് ഓരോ പീസും അരിഞ്ഞെടുക്കാം. എപ്പോഴും മൂത്ത ചക്ക വേണം കേട്ടോ എടുക്കാൻ. എരിശ്ശേരിക്ക് പ്രത്യേകിച്ച് എടുക്കുമ്പോൾ ചക്ക ഒരു 2 ദിവസത്തിനുള്ളിൽ പഴുക്കും എന്നുള്ള രീതിയിലുള്ള ചക്ക വേണം നിങ്ങൾ എടുക്കാനായിട്ട്. അപ്പോഴാണ് നമുക്ക് എരിശ്ശേരിക്ക് അത് നല്ല ടേസ്റ്റായിട്ട് വരുള്ളൂ. ഇപ്പോൾ ഞാൻ ചക്കയെല്ലാം അരിഞ്ഞെടുത്ത് കഴിഞ്ഞു. കണ്ടോ, ഒരു ബൗൾ നിറച്ചുണ്ട്. ഇനി നമുക്ക് ചക്കക്കുരു തോല് കളഞ്ഞ് മുറിച്ചെടുക്കാം. ഇനി ചക്കക്കുരു തോല് കളയുമ്പോൾ ഈ മേലത്തെ തോല് മാത്രം കളഞ്ഞാൽ മതി കേട്ടോ. ഈ ബ്രൗൺ കളറിലില്ലേ, അത് കളയേണ്ട ആവശ്യമില്ല. ഞാനത് കളയണില്ല. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞെടുക്കാം. ഇതിപ്പോൾ ചെറിയ കുരുവാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് രണ്ടായിട്ടിങ്ങനെ കട്ട് ചെയ്താണ് ഇടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊരു 10-25 ചക്കക്കുരു മതി കേട്ടോ. നമ്മളെടുത്ത ആ ബൗളിലെ ചക്കയ്ക്ക് നമുക്ക് എരിശ്ശേരിയുടെ ഇടയിൽ ഇങ്ങനെ ഒന്ന് കടിക്കാൻ വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ചക്കക്കുരു എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുക്കറിലിട്ട് ചക്ക അരിഞ്ഞതും ചക്കക്കുരുവും വേവിച്ചെടുക്കാം. കുക്കറിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കക്കുരുവും ഇടാം. ചക്കക്കുരുവും ചക്കയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഇടേണ്ടത്, ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ ഇടണേ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില, ചക്കയും ചക്കക്കുരും വേവാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി മീഡിയം ഫ്ലെയിമിൽ നമുക്ക് 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ചക്കയും ചക്കക്കുരുവും വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായി നമുക്ക് ആദ്യം ഒരു നാളികേരം ചിരകിയെടുക്കണം. ഞാനപ്പോൾ അത് ചിരകി എടുത്തിട്ട് വരാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഒരു നാളികേരം ചിരകി എടുത്തു കഴിഞ്ഞു. ഈ ഒരു നാളികേരം മുഴുവനും നമ്മൾക്ക് അരപ്പിലേക്ക് വേണ്ട കേട്ടോ. ഇതിൽ നിന്ന് കുറച്ച് ഭാഗം നമുക്ക് എരിശ്ശേരിയിലേക്ക് വറുത്തിടാൻ വേണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ നാളികേരം ചിരകിയതിൽ നിന്ന് ഒരു 1/4 ഭാഗം എടുത്ത് അതും 1 ടീസ്പൂൺ ജീരകവും ചേർത്ത് അരച്ചെടുക്കാം മിക്സിയിൽ. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന നാളികേരത്തിൽ നിന്നും ഒരു 1/4 ഭാഗം എടുത്ത് ഒതുക്കിയെടുക്കണം ജീരകവും ചേർത്ത്.
ഇനി 1 ടീസ്പൂൺ ജീരകം ഇടാം. ഇനി ഇത് നമുക്ക് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി കേട്ടോ. അധികം അരഞ്ഞു പോകരുത്, ഒന്ന് ഒതുക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ നാളികേരം ഒതുക്കിയെടുത്തിട്ടുണ്ട്, കണ്ടോ? ഇതേപോലെ ഇരിക്കാൻ പാടുള്ളൂ കേട്ടോ, ഓവറായിട്ട് അരഞ്ഞു പോകാൻ പാടില്ല. ഇപ്പോൾ 2 വിസിൽ വന്നു കഴിഞ്ഞു, കണ്ടോ? ഇപ്പോൾ അതിൻ്റെ പ്രഷറെല്ലാം പോയി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കുക്കറിൽ 3/4 ഭാഗത്തിന് മേലേക്ക് ഇരിക്കുന്നുണ്ട്, കണ്ടോ? അതുകൊണ്ടാട്ടോ ഞാൻ ഒരു നാളികേരം എടുത്തത്. അപ്പം ഞാനിപ്പോൾ ഇത് കുക്കറിലേക്ക് തന്നെ അരപ്പിട്ടാൽ മതി. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ മറ്റൊരു കടായിലേക്ക് ഇത് മാറ്റുവാണ് കേട്ടോ, ഇളക്കാനൊക്കെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ കടായിലേക്ക് ചക്കക്കുരു ചക്ക വേവിച്ചതും ഇടാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഈ ചക്കക്കുരു ഒക്കെ നന്നായിട്ട് നമ്മുടെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, കണ്ടോ? നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ ഈ ചക്ക എരിശ്ശേരിയിലേക്ക് ഇട്ട അരപ്പിൻ്റെ ആ റോസ് സ്മെല്ലൊക്കെ ഒന്ന് പോകണമെങ്കിൽ കുറച്ച് നേരം ഇതിനകത്ത് കിടന്ന് വേകണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആ മിക്സി കഴുകിയിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിൽ അല്പം നാളികേരത്തിൻ്റെ ഉണ്ടായിരുന്നു, അപ്പോൾ അതാണ് ഞാൻ കഴുകി ഒഴിച്ചു കൊടുത്തത്. ഇനിയിപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ഇനി അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് മറ്റൊരു പാൻ വെച്ച് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നാടൻ വിഭവം എപ്പോൾ തയ്യാറാക്കുമ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കണം കേട്ടോ, അതാണ് ഒരു ടേസ്റ്റ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 4 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നാളികേരം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് വറുത്തെടുക്കണം. ഈ നാളികേരം വറുത്തിടുന്നതാട്ടോ എരിശ്ശേരിയുടെ ടേസ്റ്റ് കൂട്ടുന്നത്. ഇത് നമ്മൾ തീയലിനൊക്കെ ആക്കുന്ന പോലെ ഡാർക്ക് ബ്രൗൺ ഒന്നും ആക്കണ്ട, ചെറിയൊരു ബ്രൗൺ കളറായിട്ട് വന്നാൽ മതി. ഇനി നമുക്ക് ഇടയ്ക്ക് ഒന്ന് നമ്മുടെ എരിശ്ശേരി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കുറച്ച് നേരമായില്ലേ അതിരിക്കണം. ഇനി നമുക്ക് എരിശ്ശേരിയുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. കാരണം ഇപ്പോൾ അതിൻ്റെ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നാളികേരം വറുത്തത് ഇതിലേക്ക് ഇടണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ നമ്മൾ പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല. പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര പൊടിച്ചത് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ ചക്കയ്ക്ക് നേരിയ മധുരമുണ്ട്, എന്നാലും ആ എരിശ്ശേരിയുടെ ഒരു ടേസ്റ്റ് വരാനായിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ഞാനിതിലേക്ക് ഇട്ട്
ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ നമുക്കതിൻ്റെ പഞ്ചസാരയുടെയോ ശർക്കരയുടെയോ ആവശ്യമില്ല. ഇപ്പോൾ നാളികേരം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് എരിശ്ശേരിയിലേക്ക് ഇടാം. ഇനി ഇത് നമുക്ക് ഒന്ന് ഇളക്കി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മളുടെ ചക്ക എരിശ്ശേരി റെഡി ആയിട്ടോ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. ഈ സമയത്തൊക്കെ ഈ ചക്ക കിട്ടുള്ളൂ. ഇനി അടുത്ത വർഷമാവണ്ടേ. ഇനി നമുക്ക് ചക്കരിശ്ശേരി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ചക്ക എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജൂലീനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യണം. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.